അതായത് പൾസർ സുനി ഈ വിഷയം ഇവന്റെ പേര് കോടതിയിൽ പറയാതിരുന്നിരുന്നെങ്കിൽ ഈ 1,50,000 രൂപ പുഷ്പം പോലെ കൊടുക്കുമായിരുന്നു അതാണല്ലോ എൻ്റെ അർത്ഥം. അതാണ് ഞാൻ അവന് 1.5 കോടി പുഷ്പം പോലെ കൊടുത്തേനെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പുള്ളി വെളിപ്പെടുത്തിയല്ലോ. അതായത് പുള്ളി കത്തെഴുതുന്നു, നാദർശയ്ക്ക് വോയിസ് ക്ലിപ്പ് അയക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്ന് ദിലീപിൻ്റെ പേര് വെളിച്ചത്ത് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാതിരുന്നുവെങ്കിൽ ഞാൻ അവൻ 1.5 കോടി രൂപ പുഷ്പം പോലെ കൊടുത്തേനെ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പൾസർ സുനി കൃത്യം ചെയ്തതിനു ശേഷം കാവ്യ മാധവന്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോയി എന്നാണ് അന്നത്തെ വെളിപ്പെടുത്തൽ. അതെ. അപ്പോ മാഡം എന്ന് പറയുന്നത് കാവ്യ മാധവൻ അല്ല, എനിക്ക് പറയാൻ പറ്റില്ല. അത് കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് യഥാർത്ഥത്തിൽ കോടതിയും പോലീസും ഒക്കെയാണ്, മാഡം എന്ന് പറയുന്നത്. പക്ഷേ ദിലീപ് അവിടെ സംസാരിച്ച ഒരു ഡയലോഗ് അത് ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഒരു ബൈജു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് പുള്ളി പറയുന്നതാണ്. ഭയങ്കര ഇമോഷണലി പുള്ളി അത് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ബൈജു ബായ്, ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല, ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ട. അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്ത ആൾ പുള്ളിയുടെ കൂടെയുണ്ട്. അവരെ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് പുള്ളി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ സാഗർ എന്ന് പറയുന്ന കക്ഷി ഈ കാവ്യമാധവൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. വാർത്തകളിൽ കൂടെയൊക്കെയാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. എനിക്ക് സാഗർ എന്ന് പറഞ്ഞാൽ ആരും അറിയില്ലായിരുന്നു. ഈ സാഗറിന്റെ ഇപ്പോൾ മൊഴി എങ്ങനെയായിരുന്നു? സാഗറിന്റെ മൊഴി കൊടുത്തു കഴിഞ്ഞോ? അല്ല, സാഗർ ആദ്യം ദിലീപിനെതിരായിട്ട് മൊഴി കൊടുത്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തിരിച്ച് പുള്ളി ദിലീപിന് അനുകൂലമായി കൊടുത്തു. പോലീസിൻ്റെ കയ്യിലൊന്ന് ചാടിയിട്ട് പുള്ളി പോയി കോടതിയിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ദിലീപിന് കേസ് അനുകൂലമായിട്ട് വന്നു. അപ്പം അങ്ങനെ അതിൻ്റെ പിന്നിലെ ഒരു കളി ഇവരവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ് അവനെ സ്വാധീനിച്ചത്, എവിടെ കൊണ്ടുപോയി, എന്ത് ചെയ്തു, എത്ര രൂപ കൊടുത്തു, ആ കാര്യങ്ങളൊക്കെ അവിടെ പറയായിരുന്നു.